ഇവിടെ ഭാസ്കരാവതിയെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നവനീതം പോലെ നമ്മുടെ കയ്യിലേക്ക്, മനസ്സിലേക്ക് സ്വാമിജി പകർന്നു തന്നു കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഓരോരുത്തരും കാണുന്ന ദൃഷ്ടിയാണ് ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ കാണപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് വളരെ അകലെ നിന്നുകൊണ്ട് എൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത ശൈലിയുടെ അടിസ്ഥാനത്തിലെ വ്യക്തിയെ മുഴുവനുമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ, നിർവചിക്കാൻ സാധിക്കുമോ, പരിചയപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതൊരു പ്രഹേളികയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സ്വർഗീയ ഭാസ്കർ റാവുജിയുടേത് എന്ന് നമുക്ക് പലർക്കും അറിയാം. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും തോന്നും, ഭാസ്കർ റാവുജി എന്ന് പറയുന്നതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനോടുള്ളത് എന്ന് തോന്നാത്ത ഏതെങ്കിലും പ്രവർത്തകൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ പോലും ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്. അതാണ് സ്വാമിജി നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ആ അടുപ്പം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചതിന്റെ പശ്ചാത്തലം അതായിരുന്നു. ഇത് എവിടുന്ന് കിട്ടി? സംഘത്തിന്റെ സ്വഭാവം അതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ ജിയെ കേരളത്തിലെ സ്വയംസേവകരും സംഘപ്രവർത്തകരും ആരും തന്നെ, കേരളീയരായിട്ടുള്ളവരാരും തന്നെ കണ്ടിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കേരളീയരായ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ജി എന്ന് പറയുന്ന വ്യക്തിത്വം അവർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മറ്റൊരു ഡോക്ടർ ജിയെ കേരളത്തിലെ സ്വയംസേവകർക്ക് കാണുവാനും അനുഭവിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഡോക്ടർ വാസ്തവത്തിൽ ഭാസ്കർ റാവുജി ജീവിച്ചത് എന്ന് പോലും നമുക്ക് തോന്നുന്നു. ഭാസ്കർ റാവുജി കേരളത്തിൽ വരുന്ന സമയം 1946 ഒരു ജൂലൈ മാസം 3-ാമത്തെ ആഴ്ചയാണെന്നാണ് ചരിത്രത്തിൽ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദിവസങ്ങളൊന്നുമില്ല. എന്നാലും അദ്ദേഹം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നവരിൽ ഷെണായി മാമ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹരിയേട്ടന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. വെങ്കടേശ്വര ഷെണായി, അതുപോലെ മറ്റു ചില നമ്മുടെ ടാറ്റ ഓയിൽ മിൽസിലെ ഉണ്ടായിരുന്ന സീനിയർ ഓഫീസറായിരുന്ന അദ്ദേഹം, സ്വയംസേവക്, ഇങ്ങനെ പലരും അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായി. അത് കഴിഞ്ഞ് 1946 ഈ സംഭവം. 2001 55 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ കേരളത്തിൽ സ്വീകരിക്കുവാനായിട്ട് പല സ്വയംസേവകരും അമൃത ആശുപത്രിയുടെ ആംബുലൻസിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് കാര്യാലയത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പല സ്വയംസേവകരും നെടുമ്പാശ്ശേരിയിൽ കാത്തുനിന്നു. ആഫ്റ്റർ 55 years. ആ 55 വർഷത്തിനുള്ളിലുള്ള ഭാസ്കർ റാവുജിയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നമ്മൾ കേരളത്തിലുള്ളവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുക. കേരളീയ സ്വയംസേവകർ അതെന്തായിരുന്നു? അതൊരു കുറച്ച് സമയം കൊണ്ട് അങ്ങനെ വിശദീകരിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഒരു ഭാഗമോ ഏതെങ്കിലും ഒരു ചെറിയ അംശം മാത്രമാണ് പലർക്കും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരുപാട് വർഷങ്ങൾ, 72 മുതൽ ഒരുപാട് വർഷം അദ്ദേഹത്തിന്റെ കൂടെ നിഴലായി പ്രവർത്തിക്കാനും ജീവിക്കുവാനും സാധിച്ചിട്ട് പോലും ഒരംശം പോലും അത് മനസ്സിലാക്കുവാൻ മാത്രമല്ല ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഹരിയേട്ടന്റെ ഈ പറഞ്ഞ പുസ്തകം, ഇപ്പോൾ ഇവിടെ പുസ്തക വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം വരുന്ന സമയത്ത് ആ കാര്യം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. അത്രമാത്രം വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. നമുക്ക് പലർക്കും തോന്നും ഭാസ്കർ റാവുജി അങ്ങനെ ഒരു റിച്വലിസ്റ്റിക് ഹിന്ദു അല്ല. റിച്വലിസ്റ്റിക് ഹിന്ദു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പൂജ ചെയ്ത് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ആധ്യാത്മികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അനുഭവത്തിൽ ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു ആധ്യാത്മിക സങ്കല്പത്തോടു കൂടിയിട്ടൊരു വ്യക്തിയെ വേറെ കണ്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു അംശം അല്ലെങ്കിൽ ആധ്യാത്മികതയായിട്ടുള്ള വശം മുഴുവൻ അത് സ്നേഹസമ്പന്നമായിട്ട് ജീവിതത്തിൽ കൂടി അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മുഴുവനും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിൽ കൂടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വയംസേവകരെ, കാര്യകർത്താക്കന്മാരെ വളർത്തിയെടുക്കുന്ന സമയത്ത്
അവരുടെ പരിശീലന ശിബിരങ്ങളിൽ കൂടിയിട്ട് ഒക്കെ ആയിട്ട് അവർ മാതൃകയായിട്ട് ഇവിടെ ആരും കാണാനില്ല. ഓഫ്കോഴ്സ് ഭാസ്കരാജ് വരുന്ന സമയത്ത് കേരളത്തിൽ 5 പ്രചാരകന്മാരുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാധവജി, രാവേണുവേട്ടൻ, ഭരതേട്ടൻ, മാർത്താണ്ഡേട്ടൻ, അതുപോലെ കുമാരേട്ടൻ, 5 പ്രചാരകന്മാരുണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ പ്രചാരകന്മാർ എല്ലാവരും തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നാണ്. തെക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശാഖകൾ, ആകെ 10, 12, 13 ശാഖകൾ മാത്രമാണ് കേരളത്തിൽ. അദ്ദേഹം 46-ൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ പരിശോധിച്ചിട്ട് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭാസ്കർ റാവുജിയുടെ സംഭാവന ഈ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. രക്തകാലത്തെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു. 1921 ഞാൻ സ്പർശിച്ചു പോകണുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ സൂചിപ്പിച്ചു പോകുന്നു. 1921 എന്തായിരുന്നു എന്നുള്ളത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ കോളിലൊക്കെ ചെറിയുണ്ട്. 1947 സ്വാതന്ത്ര്യത്തിന്റെ 2 മാസം മുമ്പ് രാമസിംഹൻ വധം എന്ന് പറഞ്ഞ് കോഴിക്കോട് നടന്നതായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ഒരു ഹിന്ദു, അദ്ദേഹം മുസ്ലിമായ ശേഷം വീണ്ടും ഹിന്ദു ആവാൻ ആര്യസമാജം പ്രേരിപ്പിച്ചു, അദ്ദേഹത്തെ ഹിന്ദുവാക്കി. അങ്ങനെ ഹിന്ദുവായ ആ മനുഷ്യനെ ഒരു രാത്രിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബത്തെയും 8 മക്കൾ പുറത്തായിരുന്നു താമസിക്കുന്ന, അവരെ ഉൾപ്പെടെ അവരല്ലാതെ ബാക്കിയുള്ളവരെ മുഴുവൻ ഒന്ന് നശിപ്പിച്ച ആ ഒരു അവസ്ഥയിൽ ആ മരിച്ച ജഡത്തെ സ്വീകരിക്കാൻ പോലും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഒരുത്തൻ പോലും മുന്നോട്ട് വരാതിരുന്ന ഒരു കാലഘട്ടം, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടത്തിൽ നിന്നുമാണ് നമ്മൾ മെല്ലെ 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 കേരളത്തിൻ്റെതായിട്ടുള്ള സ്പന്ദനങ്ങളെ മനസ്സിലാക്കി. ആ സമയത്ത് ഉണ്ടായിരുന്ന ഇവിടെ എന്താണ്, അതിശക്തമായിട്ട് SNDP ഉണ്ടായിരുന്നു, NSS ഉണ്ടായിരുന്നു, വലിയ മഹാസഭ ഉണ്ടായിരുന്നു, ധീവരസഭ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം കോർത്തിണക്കുകയോ അവരെ ചൂഷണം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വരുന്നു. ഇങ്ങനെ പല പല തരത്തിലുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കോൺഗ്രസ് ജീർണാവസ്ഥയിലേക്ക് ഇറങ്ങി തുടങ്ങുന്ന സമയത്താണ് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യവും മറ്റു കാര്യങ്ങളും വരുന്നത്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥാവിശേഷം അതാണ് കേരളത്തിൽ നടന്നിരുന്നത്. തെക്ക് ഭാഗത്താണെങ്കിൽ 1811 മൺട്രോ സാഹിബിന്റെ ഭൂപരിഷ്കരണം തുടങ്ങി ഉണ്ടായതായിട്ടുള്ള ഒരുപാട് ചലനങ്ങൾ, മതപരിവർത്തനം, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുടെ അടിയിലാണ് ഇന്ത്യ മഹാരാജ്. നമ്മൾ ഒന്ന് ഓർക്കണം, 1811 എവിടെയാണെന്ന് ഓർക്കണം. 1811 കേരളത്തിൽ ശക്തമായ സ്വാധീനം ക്രിസ്തീയ സഭകളെ രൂപീകരിച്ച് കഴിഞ്ഞിരുന്നു. 1857 46 വർഷങ്ങൾക്ക് ശേഷമാണ്, നോക്കണം, ഭാരതത്തിൽ മുഴുവൻ നാട്ടുരാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ആദ്യത്തെ ശ്രമം നടന്നത്. ആ സമയത്തും കേരളം അനങ്ങിയിട്ടില്ല. ഒരു ചലനവും കേരളത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തെക്കുഭാഗത്ത് തിരുവിതാംകൂർ ഭാഗം അതിശക്തമായിട്ടുള്ള ഒരു ക്രൈസ്തവ മതവൽക്കരണത്തിന്റെ വേദിയായി തെക്കുഭാഗം മാറിയെങ്കിൽ വടക്കു ഭാഗം ഇസ്ലാമൈസേഷന്റെ ഭാഗവുമായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് കേരളത്തിൽ അദ്ദേഹം വരുന്ന സമയത്തുള്ള സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ 10-13 ശാഖകള്, താലൂക്ക് വ്യവസ്ഥയില്ല, ജില്ലാ വ്യവസ്ഥയില്ല, ശാഖാ വ്യവസ്ഥയില്ല, ഘടനായകില്ല, ഒരു കുന്തമില്ല. ആകെ TD-യിൽ ശാഖയുണ്ട്, തിരുവനന്തപുരത്ത് ശാഖയുണ്ട്, ആലപ്പുഴയിൽ ഒന്നുണ്ട്, പിന്നെ 2-3 ശാഖകൾ പാലക്കാടും തൃശ്ശൂരും ഉണ്ട്, കുറച്ച് ശാഖകൾ കാഞ്ഞങ്ങാടും പിന്നെ കോഴിക്കോടും. ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലെ ഓരോ മുക്കും മൂലയും അതിനെ പരിചിതമാക്കി അവിടെ പോയി പ്രവർത്തിച്ചു. ആദ്യത്തെ 9-10 വർഷത്തോളം എറണാകുളം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയിലല്ല സ്വയം സേവകരുമായിട്ട് സംബന്ധിച്ചിരുന്നത്, ഇംഗ്ലീഷിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കോട്ടയത്തേക്ക് ജില്ലാ പ്രചാരകൻ, കോട്ടയം ജില്ലാ പ്രചാരകൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കോട്ടയം, ഇന്നത്തെ ഇടുക്കി, ആലപ്പുഴ, ഇതെല്ലാം ചേർന്നതാണ് കോട്ടയം ജില്ല. കോട്ടയത്ത് പോയതിനു ശേഷം മാത്രമാണ് അവിടെയുള്ള സ്വയം സേവകർക്ക് മലയാളം മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ വാഷ് കോഴ്സ് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് മലയാളത്തിലേക്ക് അദ്ദേഹം സ്വിച്ച് ഓവർ ചെയ്തതും മലയാള ഭാഷ പഠിച്ചതും. അപ്പോഴും ഇംഗ്ലീഷിൽ മാത്രമാണ് എഴുത്തുകൾ. മലയാള പത്രം വളരെ അപൂർവമായിട്ട് വായിക്കാറുള്ളൂ. ഇംഗ്ലീഷ് പത്രം തന്നെ വായിക്കുന്നത് ഏതാണ്? ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഇഷ്ടപ്പെട്ട പത്രം. ഇന്ത്യൻ എക്സ്പ്രസ് കിട്ടിയാൽ
പണ്ടത്തെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് എങ്ങനെയാണ് നമ്മൾ സാധാരണ വായിക്കാറുള്ള മലയാള മനോരമ ഇപ്പൊ ആരെയും കാണാറുണ്ടോ എന്നറിയില്ല. പണ്ടത്തെ മലയാള മനോരമ കണ്ടാൽ അത് വായിക്കാറുള്ളത് പുറകിൽ നിന്ന് പേജ് മറിച്ചിട്ടാണ്. എന്താ കാരണം? അതിൽ ബോബനും മൂളിയുണ്ട്, അവിടെയാണ് ആദ്യം വായിക്കുന്നത്. എന്നതുപോലെ ഭാസ്കരാവുജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്സ്പ്രസ് കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം ബാക്ക് പേജും അതിന്റെ ഉള്ളിലെ പേജുമാണ് ആദ്യം നോക്കുന്നത്. സ്പോർട്സ്, അദ്ദേഹം ഒന്നാന്തര സ്പോർട്സ്മാൻ ആയിരുന്നു, ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, ടെന്നീസ് പ്ലെയറുമായിരുന്നു. ഇത് രണ്ടിന്റെയും നല്ല ഒന്നാന്തരം പ്ലെയർ ആയിരുന്നു. മാത്രമല്ല, ഒന്നും നമുക്കറിയാം, കേട്ടിട്ടുണ്ടോന്നറിയില്ല, അദ്ദേഹം ജനിച്ചത് ബർമയിലാണ്. ഏകദേശം സ്കൂൾ വിദ്യാഭ്യാസം ബർമീസ് ഭാഷയിലാണ് നടത്തിയത്. അതുകൊണ്ട് പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹം, നമ്മളൊക്കെ പിന്നെ കണക്ക് കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് പെരുക്ക പട്ടിക, ആ ഗുണന പട്ടികയിലേക്ക് ഉപയോഗിക്കാറുണ്ട്. 1, 2, 2, 3, 5, 15 എങ്ങനെ ചെയ്യും. ഭാസ്കരാവുജി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബർമീസ് ഭാഷയിലാണെന്നാണ്. അപ്പൊ ആ ബർമീസ് ആണ് ഭാഷ അദ്ദേഹത്തിന്റെ. അതെങ്ങനെ വന്നു? ഹിസ്റ്ററിയാണ്. പിന്നെ അതൊക്കെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. അദ്ദേഹത്തിന് 2 തലമുറ മുമ്പ് ബർമയിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിട്ട്, പിന്നെ അച്ഛനായിട്ട്. അവിടെ ഡോക്ടറായിരുന്നു. അതിനുശേഷം ഇവർ വിട്ട് പെട്ടെന്ന് അച്ഛൻ മരിച്ചു, തുടർന്ന് അമ്മ മരിച്ചു. അവരെ തിരിച്ച് ബോംബെയിൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ സഹോദരൻ അമ്മാവൻ ബോംബെയിൽ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ചു. അദ്ദേഹത്തെ LLB പഠിപ്പിച്ചു. LLB കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയിട്ട് വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചു, എ ഭാസ്കർ റാവു കളംബി BA LLB. ആഗ്രഹമായിരുന്നു കുടുംബത്തിൽ. അങ്ങനെ പക്ഷെ അതേസമയം സംഘത്തിന്റെ ചുമതലകൾ കുറച്ചു. ആദ്യം മുഖ്യശിക്ഷക്കായി, ഭാഗകാര്യവാഹായി, ക്രമേണ അവിടുത്തെ ഘോഷിലെ സൈഡ് ഡ്രമ്മറാണ്. അപ്പൊ ഘോഷ് പഠിച്ചു. അതുപോലെ ഘോഷിൽ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ സംഘത്തിന്റെ മറ്റു പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. മഹാനഗരത്തിൽ സഹകാര്യവാഹായി. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചിരുന്ന വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് നാനാ പൽക്കിവാല, സുധീർ ഫടിക്കെ. ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളോടൊപ്പം തന്നെയാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതും. അത്ര സമ്പന്നമാണല്ലോ. ഇൻഫ്ലുവൻഷ്യൽ സൊസൈറ്റിയുടെ പാർട്ടായിരുന്നു ബോംബെയിൽ അദ്ദേഹം ജീവിച്ചത്. അങ്ങനെയുള്ള സമയത്ത് ഒരു ഉഗ്രൻ വക്കീലായിട്ട് പുറത്തു വരണം എന്ന പ്രതീക്ഷയുടെ കുടുംബക്കാര് അദ്ദേഹത്തെ വളർത്തി കൊണ്ടുവന്നു. LLB കഴിഞ്ഞ ശേഷം അദ്ദേഹം ഗുരുജിയുമായിട്ട് കാണാനിട വന്നു. 2 പ്രാവശ്യം ഡോക്ടർ ജിയായിട്ട് കണ്ട് പിന്നെ ഡോക്ടർ ജിയുടെ പ്രബന്ധക്കായിട്ട് നിയുക്തനായി. അങ്ങനെ അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ് സംഘത്തിൽ കൂടുതലെടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തെ സംഘത്തിന്റെ പ്രചാരകായി പോയി. ഇവിടെയാണ് ആദ്യത്തെ ഒരു ഔചിത്യം എന്നുള്ള സ്വതസിദ്ധമാണ്. അപ്പൊ വീട്ടുകാരോട് എങ്ങനെ പറയും? ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു വലിയ അഡ്വക്കേറ്റ് ആയിട്ട് അദ്ദേഹം മാറണമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെ വളർത്തി വന്നപ്പോ അദ്ദേഹത്തോട് വിവരം പറഞ്ഞ സ്വഭാവം, ആ രീതി വളരെ വളരെ സ്തുത്യർഹമായുള്ള രീതിയാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കുറച്ചു നാള് സംഘപ്രവർത്തനം മാത്രം ചെയ്താൽ കൊള്ളാം, ഇത്രയും പറഞ്ഞുള്ളൂ. അപ്പൊ അവര് വിചാരിച്ചു നല്ല കാര്യമല്ലേ, ചെയ്തോളൂ. പക്ഷെ പോകുന്നത് കേരളത്തിലേക്കാണ്. കേരളത്തിൽ വന്നതിന് ശേഷമുള്ള, ഞാൻ സൂചിപ്പിച്ചു, ഈ പശ്ചാത്തലത്തിൽ നിന്നും ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുണ്ടായ പടികൾ ഏതൊക്കെയായി? മലപ്പുറം ജില്ലാ സമരം, ഗോഹത്യാ സമരം, അതിനിടയ്ക്ക് ജനസംഘത്തിന്റെ സംസ്ഥാപനം, ജനസംഘം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ഉണ്ടായി കേരളത്തില്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. 64-ലെ അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം വന്നു. ആ തളിക്ഷേത്ര സമരത്തെ എങ്ങനെയും നശിപ്പിക്കുവാൻ വേണ്ടി അന്നത്തെ 67-ലെ EMS ഗവൺമെന്റ് ആവതും പണി ചെയ്തു. പക്ഷെ അതിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു സർക്കാരിന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന ഇത്തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിൽ കൂടിയിട്ടാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ സന്ദർഭത്തെയും അവസരമാക്കി ഉപയോഗിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തെ പ്രവർത്തകരെ ഉന്മേഷവാന്മാരാക്കി അവരെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിയോഗിച്ച് അവരിൽ കൂടി സംഘശാഖകൾ കൊടുത്ത് എല്ലാത്തിനും പരിഹാരം സംഘശാഖ ഇത് മാത്രമാണ് ഭാസ്കരാവുജി. സകലത്തിനും പരിഹാരം അതായി. അതിനുശേഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിലൊരു അധ്യായം നമ്മൾ കേട്ട് കാണും. പിന്നെ വടക്കാഞ്ചേരിക്കടുത്ത് നടന്ന പാഞ്ഞാൾ ഗ്രാമത്തിൽ നടന്നതായിട്ടുള്ള ഒരു യാഗത്തെ കുറിച്ച്. ആ യാഗത്തിലെ വലിയ പൊളിയടക്കം തന്നെ ഉണ്ടാക്കിയതാണ് കേരളത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞിട്ട്. പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും പിന്നെ വാസ്തവത്തിൽ പുരോഗമനവാദിക്കാരല്ലാത്തവരും ഇവരെല്ലാവരും ഒരു വശത്ത് ചേർന്ന് സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന പല നടപടികളും അതിനുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആടിന്റെ വകയൊക്കെ എടുത്ത് ഹോമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൗരാണിക ബ്രാഹ്മണിസത്തെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള വലിയ ഒച്ചപ്പാടും ബഹളവും. ഏതായാലും അതിൽ നിന്ന് പുറത്തു വരണം, സംഘം അതിൽ ഇടപെടാൻ പാടില്ല, വീഴാൻ പാടില്ല എന്ന തീരുമാനം അനുസരിച്ച് കേസരി, ജന്മഭൂമി തുടങ്ങിയ പഴയ പല പ്രസ്ഥാനങ്ങളിലെയും എല്ലാത്തിന്റെയും ചുക്കാൻ പിടിച്ചോ അല്ലെങ്കിൽ അതിനെ നട്ടുവളർത്തിയ വ്യക്തിത്വമാണെങ്കിൽ പോലും ഇതിലൊന്നിലും തന്നെ പരസ്യ പ്രസ്താവനയ്ക്ക് ഒന്നിനു പോലും പോകാത്ത വ്യക്തിത്വമാണ്. ആദ്യമായിട്ട് കേരളത്തില് കേസരിയില് സംഘത്തിന്റെ നിലപാട് എന്ത് ഈ കാര്യത്തിൽ എന്ന് തുറന്ന് അഭിപ്രായം എഡിറ്റോറിയലായിട്ട് എഴുതിയത് ഭാസ്കർ റാവുജി എഴുതിയത് ഫസ്റ്റ് ടൈം. അതിനുശേഷവുമില്ല, അതിന് നമ്മുടെ നിലപാട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങള്, അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ വരും. അടിയന്തരാവസ്ഥയിലാണ് കുറെ കൂടി വ്യക്തമായിട്ട് മനുഷ്യനെ ഇപ്പൊ പറയാറുണ്ട്. 10-30ഓളം പേര് നമ്മുടെ മീസയിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എറണാകുളത്ത് നിന്ന് ബഡ്ജി, അതുപോലെ നമ്മുടെ ഹിന്ദു സാനിറ്റേഷനിലെ വേണുചേട്ടൻ, ഇങ്ങനെ പലരുമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട മീസയില് അനന്തേട്ടൻ, പലരും അതിൽ പെടേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ മീസയില് അറസ്റ്റില് ജയിലിൽ കിടക്കുന്ന രാംമോഹൻജി, അങ്ങനെ പലരും ഉണ്ടായിരുന്നു, മുകുന്ദേട്ടൻ. അപ്പൊ ഇങ്ങനെയുള്ള സമയത്തുള്ളാണ് വാസ്തവത്തിൽ മനുഷ്യരുടെ പെരുമാറ്റം, ഈ കുടുംബങ്ങളുടെ പശ്ചാത്തലം. അനന്തേട്ടന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് രാത്രി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പല പല ദുഃഖകരമായിട്ട് കാര്യങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ ഇവരുടെ കുടുംബങ്ങളുടെ വിഷയം. ഒരൊറ്റ പ്രവർത്തകൻ പോലും ഇത്തരത്തിൽ ജയിൽവാസം അനുഷ്ഠിച്ചതിന്റെ പേരിൽ കഷ്ടപ്പെട്ടു, ഞാൻ സംഘത്തിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു, അതിന്റെ പേരിൽ എനിക്ക് പലതും നഷ്ടപ്പെട്ടു, ഞാൻ സംഘത്തിലില്ല ഇനി ഞാൻ സംഘത്തിലില്ല എന്നൊരു വാക്ക് ഒരു സ്ഥലത്തും ഉണ്ടായില്ല. എങ്ങനെ സാധിച്ചു? അവിടെയാണ് ഈ സകല സ്ഥലത്തും എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ കയ്യെത്തുന്നു, കണ്ണെത്തുന്നു. പക്ഷേ അതിന്റെ ആധികാരികമായിട്ടുള്ള വ്യക്തി ആരാണോ ചെയ്യേണ്ടത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതിലൊന്നും തന്നെ ഭാസ്കർ റാവു ഇടപെടുന്നില്ല. എല്ലാം ആരാണോ ചെയ്യേണ്ടത്, കാര്യവാഹകനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, സംഘചാലകാണെങ്കിൽ സംഘചാലകനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, മുഖ്യശിക്ഷകാണെങ്കിൽ മുഖ്യശിക്ഷകനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഭാസ്കർ റാവുജിക്ക് ഒരു ഉത്തരവാദിത്വം. ഇത്തരത്തിലുള്ള പരിപാടി ഇപ്പൊ നടക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും മഹാസാംഘിക്കുകളും വലിയ വലിയ പരിപാടികളും കേരളത്തിൽ നടക്കുമ്പോൾ ഇതിൽ ഞാൻ ഒന്നുമില്ലേ എന്ന മട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ള അദ്ദേഹത്തിന്റെ സുഖാസനത്തിലുള്ള ഇരിപ്പ്. പക്ഷെ സകല കാര്യങ്ങളെ കുറിച്ചും അടുക്കും ചിട്ടയോടും കൂടി മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി ഹോംവർക്ക് ചെയ്ത് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച് അവരാ കാര്യം കൃത്യനിർവഹണം ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ച്, ഇല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇത്തരത്തിലൊരു മനുഷ്യൻ പെരുമാറാൻ സാധിക്കണമെങ്കിൽ അത് സമ്പൂർണമായിട്ടുള്ള ഒരു വിധേയത്വം, വലിയ സമർപ്പണം കൊണ്ടേ സാധിക്കും. ആ സമർപ്പണം ആരോടായിരുന്നു? ആ സമർപ്പണം എന്തിനോടായിരുന്നു? അവിടെയാണ് ആ സമർപ്പണം സമ്പൂർണ്ണ ഹിന്ദു സമാജത്തോടുമായിരുന്നു. കേരളത്തിലെ ഹിന്ദു സമാജത്തെ അദ്ദേഹം സ്നേഹിച്ചു, അകമഴിഞ്ഞ് സ്നേഹിച്ചു, ഒരു തരത്തിലുള്ള വ്യാജ സ്വഭാവവും ഇല്ലാതെ സ്നേഹിച്ചു. അതാണ് ഏറ്റവും വലിയ സത്യമായിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് യാതൊരു വകതിരിവും ഇല്ലാതെ ഇവിടെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹം അകൈതവമായിട്ടുള്ള സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹത്തിന്റെ പേരിലുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് അവിടെ പിന്നെ ഷെയ്ഡിങ് ഇല്ല, ഒരു നിഴലില്ലാത്ത ജീവിതം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ജീവിക്കാൻ അദ്ദേഹത്തിനും പ്രേരണ നൽകിയത് സംഘം തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം കൊണ്ടായിരുന്നു. സംഘത്തിന്റെ പ്രചാരം കൊണ്ടാണ്, സംഘത്തിന്റെ വ്യാപനം കൊണ്ട് മാത്രമാണ് കേരളത്തിലെ നമ്മുടെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കൂ. ദിസ് ഈസ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. മറ്റ് യാതൊരു പോംവഴികളും നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം ഓവർ രാഷ്ട്രീയത്തിന്റെ ഒരു പരിധി വിട്ടതായിട്ടുള്ള പ്രതിസ്പന്ദനങ്ങളാണ് മുഴുവൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാൻ സംഘശാഖ പദ്ധതിയിൽ കൂടി മാത്രമേ സാധിക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം മുഴുവൻ ചെയ്തിരുന്നത്, അതും ധർമാധിഷ്ഠിതമായ രീതിയിൽ. പരിയേട്ടന്റെ ഈ പുസ്തകം സേതുവേട്ട ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നാരായണനും ഭാസ്കർ റാവുജിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം വേണമെങ്കിൽ എനിക്കും എഴുതാൻ സാധിക്കുമായിരിക്കും, എത്രയും ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഈ ഓരോ പ്രാവശ്യവും ആരെഴുതിയ പുസ്തകമായാലും ശരി വായിക്കുന്ന സമയത്ത് അതിനൊരു നൂതനത്വമാണ്, അതിനൊരു പുതുമ കാണും. ഇന്നലെ 2 ദിവസമായിട്ട് ഹരിയേട്ടൻ എഴുതിയ പുസ്തകം മുഴുവനും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതിലെ ഒരനുഭവം
ഒരനുഭവം എനിക്ക് വേറെ ഉണ്ടായിട്ട് പേഴ്സണലായിട്ട് ഒരനുഭവം എറണാകുളം TD ശാഖയിലെ അനുഭവം അദ്ദേഹം പറയുന്നത്. എറണാകുളം TD ശാഖ നല്ല സംഖ്യയിൽ നടക്കുന്ന ശാഖയായിരുന്നു. അതായത് നമ്മുടെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാറുള്ള അതിൽ ഒരു പ്രതിനിധി രക്തസാക്ഷികളായിട്ട് മാത്രമായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള പലരും ഉണ്ടായിരുന്നു. ആ ശാഖയിലെ ഒരു ചെയ്യുമ്പോൾ ധാരാളം സംഖ്യയുണ്ട്, അനവധി ഇപ്പൊ സ്വയം സേവകർ വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തീരപ്രദേശത്തുള്ളതായിട്ടുള്ള ഒരു പാതിരി അവിടെ വന്നു. അദ്ദേഹത്തിന്റെ പേരൊരു ഫിലിപ്പോസ് ഫാദർ അങ്ങനെ പേര് പറഞ്ഞിട്ടാണ്. അതിന്റെ കൂടെ ഹിന്ദു പേരുണ്ട്, അതിന്റെ കൂടെ ഒരു മുസ്ലിം പേരുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പേരുകാരാണ് അദ്ദേഹം. ഈ ശാഖയിൽ വരുന്ന ടീനേജ് കുട്ടികള്, യുവാക്കന്മാര്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കളിക്കാനായിട്ടൊന്നും പന്തും കോട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് 1-2 ഫുട്ബോൾ മേടിച്ചു കൊടുത്ത് കുറച്ച് അപ്പുറത്തൊരു സ്ഥലത്ത് അവരെ കൊണ്ട് കളിപ്പിക്കും. ശാഖയിൽ സ്വയം സേവകർ കുറേശ്ശെ നമ്പർ കുറഞ്ഞു തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശാഖയിലെ നമ്പർ വളരെ പകുതിയായി. അപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് ഇങ്ങനെ ഒരു വിവരം ഉണ്ടായി എന്നും അപ്പൊ അതിനെ ശാഖയിലെ അന്നത്തെ പഴയ സ്വയം സേവ അരിയേട്ടന്റെ ജ്യേഷ്ഠൻ പുരുഷോത്തമ ഷേടായി ഇവരൊക്കെ ഉടനെ കുറച്ച് എല്ലാ തരത്തിലുള്ള രീതിയിലും ചിന്തിക്കാൻ സാധിക്കുന്ന സ്വയം സേവകരായിരുന്നു. അപ്പൊ ഒരു ദിവസം ഭാസ്കറാവുജിയുടെ ബൈഠക്ക് വിളിച്ചു ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അപ്പൊ ഈ വിവരം പറഞ്ഞു. അപ്പോ അല്ല അത് മാറി ഭാസ്കറാവുജി മിനിഞ്ഞാന്ന് പോലെ ശാഖയില് സ്വയം സേവകരുടെ എണ്ണം കൂടി തുടങ്ങി. അതെങ്ങനെ? അല്ല അത് ഞങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് രണ്ടു കൂട്ടർക്കും മനസ്സിലായ ഭാഷയാണ്. ഇവര് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് അന്ന് ഭാസ്കറാവുജിയുടെ ഭാഗത്തുണ്ടായത്. അത് നിങ്ങളുടെ കുറവാണ്. ശാഖയിലെ സ്വയം സേവകർ ഫുട്ബോളിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ സംഘസ്ഥാനിലെ ഇൻസ്പിറേഷന്റെ കുറവാണ്, അയാളുടെ ബുദ്ധിയല്ല. അതുകൊണ്ട് അയാളോട് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നമ്മുടെ ഭാഗം ശക്തമാക്കുക, ശുദ്ധമാക്കുക, ധർമാധിഷ്ഠിതമാക്കുക എന്നാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉപയോഗിച്ച സ്വയം സേവകരെ ഇവിടെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. മറ്റെന്ത് പ്രലോഭനങ്ങൾ എവിടെ ഉണ്ടായാലും അവിടെ പോകാൻ സാധിക്കാത്ത രീതിയിൽ ഇവിടെ തന്നെ നിൽക്കാൻ സാധിക്കണ്ടേ? ഇതായിരുന്നു ചോദ്യം. എനിക്കുണ്ടായ അനുഭവം 1980 OTCയിലാണ്. കാഞ്ഞങ്ങാട് OTCയിൽ അദ്ദേഹത്തിന് അസുഖം. അപ്പൊ ആ OTCയില് ഞാൻ മൂവാറ്റുപുഴ ജില്ലാ പ്രചാരകനാണ്. അവിടുത്തെ സ്വയം സേവകർ കുറെ പേരുണ്ടായിരുന്നു. അവർക്കൊരു ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് പോകാന്ന് വിചാരിച്ചാൽ നടന്നില്ല. അപ്പൊ ആലുവയിൽ ആലുവയിൽ ട്രെയിനിന് പോവാം എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു വലിയ സംഘം, ദണ്ഡയുണ്ട്, ബാഗുണ്ട്, ഇങ്ങനെയാണ് ദണ്ഡയൊക്കെ പിടിച്ചിട്ട് പബ്ലിക്കായിട്ട് പോകണം ദണ്ഡയിലൊക്കെ. അപ്പൊ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോ ആലുവ ജില്ലയുടെ സ്വയം സേവകരും എല്ലാം കൂടി ഭയങ്കര തിരക്ക്. നോക്കുന്ന സമയത്ത് ടിക്കറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് പോകാൻ സാധിക്കില്ല, അത്രമാത്രം തിരക്കിലാണ് അവസ്ഥ. ട്രെയിൻ വന്നു, കയറാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കുറച്ച് പേര് മിടുക്കന്മാര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രെയിനിന്റെ മുമ്പിൽ കുത്തിയിരുന്നു. എന്നിട്ട് ഇവരകത്ത് കയറി അവർ പോയി. എനിക്കെന്തോ അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് അടുത്തല്ലേ KSRTC ബസ് സ്റ്റാൻഡ്, അവിടെ പോയി ഒരു ബസ്സിൽ കയറി തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോയി, കോഴിക്കോട് നിന്ന് പിന്നെ കണ്ണൂർ പോയി, കണ്ണൂരിൽ നിന്ന് അങ്ങനെ പോയി ഏകദേശം കാഞ്ഞങ്ങാട് OTCയിലെത്ത രാത്രി മണി 11:30. അപ്പൊ 11:30 മണിക്ക് നമ്മുടെ ശിക്ഷകന്മാരുടെയും ജില്ലാ പ്രതിനിധികളുടെയും എല്ലാവരുടെയും ബൈഠക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭാസ്കറാവുജി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആകപ്പാടെ കുഴപ്പമായതായി. വൃത്തിയില്ല, സ്വയം സേവകർ ഇവര് വിശക്കുന്നുണ്ട് സംഗതി. ഈ സ്വയം സേവകരെ കൂട്ടിയിട്ട് ചെല്ലാണ്. അതെ വന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ വന്നു, അവരെ സ്വീകരിച്ചു. ഞാൻ വേഗം ബൈഠക്കിലും കയറിയിരുന്നു. അപ്പൊ അവിടെ നടന്നിരുന്നത് ഈ ട്രെയിനിൽ ഇടിച്ചു കയറി ട്രെയിൻ നിർത്തി കയറിയവരുടെ നേരെയുള്ള പമ്പിംഗ് ആയി. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പൊതുജനം പോകുന്ന സമയത്ത് റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റിൽ മറ്റുള്ളവരുടെ അസൗകര്യം നോക്കാതെ കണ്ട് ശുദ്ധ തെമ്മാടിത്തരം കാണിച്ച് കയറിയിരിക്കുന്നത് സംഘരീതിയല്ല. ഇത് 1980. അപ്പൊ സ്വയം സേവകരെ പെരുമാറുക, ജീവിക്കുക എന്ന് പറയുന്നതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രത്യേകമാക്കി എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാണ് റിസർവ് കമ്പാർട്ട്മെന്റിൽ ഒരു സീറ്റ്, ആ സീറ്റ് ഇടിച്ചു കയറി വേറെ ആൾ വന്നിരുന്നാൽ നിങ്ങൾക്ക് മഹാരാഷ്ട്രയിലോ ബോംബെയിലോ പൂനെയിലോ കൊണ്ടാറാണ്, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇത് നിങ്ങൾ ചിന്തിക്കണ്ടേ? ഇങ്ങനെയായിരുന്നു സംഗതി. ഈ കാഴ്ചപ്പാട്
മൊത്തത്തിലുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിൽ ഉണ്ടായി. ഇതേ കാഴ്ചപ്പാട് ഹിന്ദു സമൂഹത്തിന്റെ മാത്രമല്ല, ഹിന്ദു സമൂഹത്തിനും അപ്പുറത്തുള്ള ഭാരതീയ കാഴ്ചപ്പാടിലേക്ക് ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഭാസ്കർ റാവുജിയുടെ പെങ്ങളുടെ മകള്, അതാണ് ഭാസ്കർ റാവുജിയുടെ പെങ്ങളുടെ മകൾ അമൂലി എന്നാണ് പെങ്ങളുടെ പേര്. അവരുടെ മകളുടെ പേര് നന്ദിനി. നന്ദിനി എന്ന് പറയുന്ന കുട്ടി കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, അല്ല കോട്ടയത്തെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു ഡോക്ടർ. അവര് വലിയൊരു ഹോസ്പിറ്റലിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമയത്ത് അവര് കല്യാണം കഴിക്കാൻ കുടുംബസ്ഥരാവാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ വിവരം അദ്ദേഹത്തിന്റെ വീട്ടിലറിയിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെങ്ങനെ നടക്കും എന്നുള്ള പ്രശ്നമായി, അതാകപ്പാടെ ചർച്ചാ വിഷയമായി. അപ്പൊ അത് വീട്ടിൽ അറിഞ്ഞതിന് ശേഷം എങ്ങനെ നടക്കും? ഏതായാലും ആ പയ്യൻ ഡോക്ടറോട് പിന്മാറാൻ പറയണം എന്ന് വീട്ടുകാർ. ഡോക്ടറുടെ അച്ഛനും അതുപോലെ തന്നെ അത് പിന്മാറാൻ പറയാണ് നല്ലത് എന്ന് ഡോക്ടറുടെ അച്ഛനും. അതുകൊണ്ട് നമുക്ക് ഈ വിവരം ഇവരുടെ അമ്മാവനായിട്ടുള്ള ഭാസ്കർ റാവുവിന് ഭാസ്കർ കളമ്പിയെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് ഭാസ്കറിനെ ഏൽപ്പിച്ചു. വിഷയം വളരെ കൂളായിട്ട് അദ്ദേഹം ആ പ്രശ്നം കൈകാര്യം ചെയ്തു. എല്ലാവരോടും പേഴ്സണൽ വ്യക്തിപരമായി സംസാരിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ കുട്ടിക്ക് കാലാകാലം നന്മയുണ്ടാവണം, സമാധാനം ഉണ്ടാവണം, അതല്ലേ വേണ്ടേ? അതിന് അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പറ്റിയ വഴി എന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു മകളേ ഉള്ളൂ, ആ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവണോ അതോ സങ്കടം ഉണ്ടാവണോ, ഏതാ വേണ്ടത്? വളരെ ക്ലിയർ ആയി എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഭംഗിയായിട്ട് വിവാഹം. ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങളാണെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ച് വരുന്ന സമയത്ത്. അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള വിഷയങ്ങൾ മറ്റ് പലതി എത്ര. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ CPM സംഘർഷം ഉണ്ടാവുന്നത്. സ്വയം സേവകരുടെ ജീവൻ എത്രയാണ് പൊലിഞ്ഞത്. നമ്മൾ വിചാരിക്കും, നമ്മൾ പലപ്പോഴും പല സമയത്ത് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഓരോ ദിവസത്തെയും ഗോളിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം, അത് പറയുന്നവർക്ക് അങ്ങനെ പറയാം. പക്ഷെ ഓരോ സ്വയം സേവകരും ഉണ്ടാവുന്നത് എത്രമാത്രം പ്രവർത്തകരുടെ, കാര്യകർത്താക്കന്മാരുടെ കഠിനാധ്വാനത്തിന്റെ പേരിൽ സമ്പർക്കം കൊണ്ട് ഒക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ മരിക്കുമ്പോൾ ആ പ്രവർത്തകൻ നെടുന്തൂണായിട്ട് നിൽക്കുന്ന വീടിന്റെ അവസ്ഥ ആര് നോക്കുന്നു? ഓരോ വീട്ടിലും അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി പോകുന്നു. ഇതിന്റെ പണം എവിടെ? അതാണ് വിഷയം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പണം എവിടെയാണ്? ഇതെല്ലാം അതിനെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ചെയ്ത് നോക്കി സംഘടിപ്പിച്ച് ഒരു കുടുംബത്തിലും, എന്നാലും പിഴവുകൾ ഉണ്ടാവും, അത് വേറെ വിഷയം, മനുഷ്യ സഹജമായിട്ട്. പക്ഷെ ഒരു കുടുംബത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ സംഘനൗകയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വന്തം ജീവിതം സമർപ്പിക്കുന്നു. വ്യക്തിപരമായിട്ട് പലരോടും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, പലർക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ. പക്ഷെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യം, ഈ സംഘർഷം നിൽക്കണമെങ്കിൽ നമ്മൾ സീനിയറിൽ ആരെങ്കിലും ചിലരെ ബലി കൊടുക്കേണ്ടി വരും. നമ്മളിൽ സീനിയറിൽ ആരെങ്കിലും ബലിദാനം ചെയ്യേണ്ടി വന്നാലേ ഇത് നിൽക്കൂ. അതിന് തയ്യാറാവണം കേരളം. ഇതിന് സാക്ഷിയാണ്. ഇത്തരത്തിലുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം എന്ന പ്രസ്ഥാനത്തെ അദ്ദേഹം മുന്നോട്ട്. അവിടെ പിന്നെ എന്റെ സ്ഥാനം എന്നുള്ള ചോദ്യമില്ല, എന്റെ ഈഗോയ്ക്ക് ഇവിടെ പ്രശ്നവുമില്ല, പ്രസക്തിയില്ല. അതിന്റെയും അപ്പുറത്ത് പോയിട്ടുള്ള അതിനെയാണ് ആധ്യാത്മികത എന്ന് പറയാമെങ്കിൽ ആ ആധ്യാത്മികതയുടെ പ്രതിരൂപമാണ് കെ ഭാസ്കർ റാവു എന്നുള്ളതാണ്. ബോംബെയിൽ അദ്ദേഹത്തെ KEM ആശുപത്രിയില് ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയരാക്കുമ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇതിന്റെ കൂടെ നിൽക്കാനുണ്ടായത്. പിന്നെ ഞാൻ KC ബാലേട്ടനും മാത്രമായി. ആ സമയത്ത് ബാലേട്ടനെ കണ്ടവരെ കുറച്ച് ധാരാളം പേരുണ്ടാവും അവിടെ ഒരു കാസറ്റ് വെച്ചുകൊണ്ട്, ഇത് 84 ഒരു കാസറ്റ് വെച്ച് ആ കാസറ്റിൽ കൂടി ഒരു ഭജനാണ്. ഭജൻ ശ്രീറാം ജയറാം ജയ ജയറാം, ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി, ഭാസ്കർ റാവുജിക്ക് കേൾക്കാൻ ഇഷ്ടമായിരിക്കാം, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ലയിച്ചു ചേരുന്നു. ആശുപത്രിയിലെ സംഭവങ്ങൾ പലതുമുണ്ട്. അന്ന് ഇന്ത്യയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുവാനായിട്ട് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു. ഒന്ന് ബോംബെയും പിന്നെ ഒന്ന് അതുപോലെ വെല്ലൂർ. അപ്പൊ അതില് സംഘത്തിന്റെ ഭാഗത്ത് നിശ്ചയിച്ചത്
ബോംബെയിൽ തന്നെ മതി എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ ഡോക്ടർ ഭട്ടാചാര്യ എന്ന് പറയുന്ന ബംഗാളി ഡോക്ടർ, അദ്ദേഹമാണ് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാര്, ഡോക്ടർമാര്, ഇവരെ പലരുമായിട്ടൊരു ഒത്തുചേരലുണ്ടായിരുന്നു മാട്ടുങ്ക എന്നുള്ള സ്ഥലത്ത്. അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ചിട്ട് ആ നഴ്സിംഗ് ഒരു ഒത്തുചേരലില് ഈ ഭട്ടാചാര്യ പറഞ്ഞത്, ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു എന്ന് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് പേഷ്യന്റ് ഈസ് മോർ ദാൻ എ ഡോക്ടർ. ഒരു പേഷ്യന്റ് ക്ഷമ എന്ന് പറയുന്നതാണ് ഡോക്ടറിനേക്കാൾ വലിയ ഒരു മരുന്ന് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളാണ്. ആ ഒരു 3-4 മാസം ഉണ്ടായ അനുഭവങ്ങൾ മാത്രം മതി ഈ വ്യക്തിത്വം എവിടെ നിൽക്കുന്നു എന്ന് സാമാന്യ നിലയ്ക്ക് ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത്തരത്തിലുള്ള അനവധി സന്ദേശങ്ങൾ സ്വന്തം ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് സ്വയം സേവകർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള വാക്കുകളെ കൊണ്ടല്ല. ഭാസ്കരാവിയോടെയും വലിയ ബൗദ്ധിക നടത്തി ഞാൻ കേട്ടിട്ടില്ല. പലപ്പോഴും ഉണ്ടായത് എറണാകുളമാണ് ഒരുപക്ഷെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഭട്ജി അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അല്ല രാഷ്ട്ര ഭട്ജി, അദ്ദേഹം ആലപ്പുഴയിൽ പ്രചാരക്കായി പോകുന്ന സമയത്ത് ഭട്ജി അങ്ങനെ പാട്ടുകാരൻ അസലായിട്ട് പാടും, ഗണഗീതങ്ങൾ പാടും, നല്ല കോഷിൽ വർക്ക് ചെയ്യും. ഈ രണ്ട് ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭട്ജിയുടെ മലയാളം പോലും കുറച്ച് കൊങ്കണി കലർന്ന മലയാളമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രസംഗമോ കാര്യങ്ങളൊന്നും ഭട്ജിക്ക് സാധ്യമല്ല, അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ കോട്ടയത്ത് ഭാസ്കർ റാവുജി ജില്ലാ പ്രചാരൻ ഭട്ജി ആലപ്പുഴയിൽ ഉണ്ടായ സമയത്ത് ഉള്ള 2-3-4 വർഷങ്ങളെ കൊണ്ട് ഭട്ജി ഒന്നാന്തരം പ്രസംഗകനായി മാറി എന്നുള്ള ബോധ്യം കൊടുക്കാനായി. അതിന്റെ കാരണം ഓരോ സ്ഥലത്തും പ്രോഗ്രാം നിശ്ചയിക്കുമ്പോൾ ഭാസ്കർ റാവുജി വരുന്നു. അവിടെ സ്വാഭാവികമായിട്ട് സ്വയം സേവ പ്രതീക്ഷിക്കുന്ന ഭാസ്കർ റാവുജിയുടെ ബൗദ്ധിക്കാണ്. പക്ഷേ ഭാസ്കർ റാവുജി വിളിച്ചിട്ടുണ്ടാവും, ഭട്ജി ഞാൻ വിളിച്ചിട്ടുണ്ടാവും, ഇന്ന് സാങ്കിക്കുണ്ട്, ഭട്ജി ഒരു ഉവ്വ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, ഇന്നത്തെ ബൗദ്ധിക്ക് ഭട്ജി ചെയ്താൽ മതി. ഇതെനിക്കും അനുഭവം കേട്ടോ. നമ്മളിങ്ങനെ ഇപ്പോഴും പ്രസംഗിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എത്രയോ അനുഭവങ്ങള് ഇന്ന് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഇതേപോലെ ഭാസ്കർ റാവുജി കസേരയിൽ ഇരിക്കും, നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും. അത് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഓരോ പ്രവർത്തകരെയും സ്വന്തം മക്കളെ പോലെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്യാഗം എന്നുള്ള സംഗതി അത് ചെറിയ കാര്യമായിരിക്കില്ല. അവിടെയാണ് ഈഗോ. എത്രത്തോളം ആ ഈഗോവിനെ സറണ്ടർ ചെയ്തുകൊണ്ടാണ്. അത് എവിടെ സറണ്ടർ ചെയ്തു? അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണുമായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതിപുരുഷൻ. അദ്ദേഹം പ്രതിപുരുഷനായിട്ട് ആരുടെ പ്രതിപുരുഷനാണോ നമുക്ക് കാണുന്നത്, ആ ഡോക്ടർ ജീവിത സംഘത്തിൽ സമ്പൂർണമായിട്ടുള്ള സറണ്ടറിങ്, ആ സറണ്ടറിങ് കൊണ്ട് സാധ്യമാകുന്ന വിജയമാണ്. ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഞാൻ കൂടുതൽ സമയം പോയിട്ടുള്ളൂ, കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ കേട്ട് കാണും. മലബാറിന്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംഘത്തിന്റെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും സിംഹഗർജനം എന്ന് പറയാൻ സാധിക്കുമായിരുന്ന TN ഭരതേട്ടൻ. ആ ഭരതേട്ടന്റെ മകൻ കൊല്ലത്ത് അവിടെ പ്രചാരകായിട്ടുണ്ടായിരുന്നു, ദുർഗാദാസ്. ആ ദുർഗാദാസ് അവിടെ പ്രചാരകായിരുന്ന സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയാണ് അതിക്രൂരമായിട്ട്, എത്രത്തോളം ക്രൂരമായിട്ടൊരു മനുഷ്യനെ ഇങ്ങനെ വധിക്കാമോ കൊല്ലാമോ, അതിന്റെ ദൃഷ്ടാന്തം ദുർഗാദാസിന്റെ വരടാണ്. അപ്പോഴത് ദുർഗാദാസിന്റെ ഡെഡ് ബോഡിയുമായിട്ട് MC റോഡിലൂടെ ആ വാഹനം കടന്നു പോകുന്നു. അത് ശവസംസ്കാരത്തിന് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അപ്പൊ വളരെ രാത്രിയായിട്ടാണ് സംഗതി. കാലടിയിലെത്തിയ സമയം, കാലടിയിൽ അദ്ദേഹം ഭാസ്കർ റാവുജി ഇവിടെ ഉണ്ട്, അപ്പൊ അദ്ദേഹത്തിന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം അവശനായിട്ടിരിക്കുന്ന സമയത്താണ്. പക്ഷെ പോയി, ആംബുലൻസിൽ തന്നെ അദ്ദേഹവും പോയി. അവിടെ ചെന്നു, കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു, സ്റ്റേഷൻ ഇറങ്ങി, കണ്ടു ദുർഗാദാസിന്റെ ചേതനയേറ്റ ശരീരത്തെ തലോടി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് കാര്യത്തിലേക്ക് പോകുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭരതേട്ടൻ, നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യമാണ്, ഭരതേട്ടൻ കാര്യാലയത്തിലേക്ക് പൊടുന്നതിന് വരികയാണ്. 2 ദിവസം കഴിഞ്ഞു, മകൻ മരിച്ചു, 2 ദിവസം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഭരതേട്ടൻ എന്തിനു വന്നു? അത്ഭുതമാണ് ഓരോരുത്തർക്ക്. അവിടെയാണ് അതിനെ ഹരിയേട്ടൻ ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരം ആംബുലൻസിൽ മെയിൻ സെൻട്രൽ റോഡിലെ പെരുമ്പാവൂർ വഴി കാലടി കടന്നു നിലമ്പൂർക്ക് കൊണ്ടുപോവുകയായി. പെരുമ്പാവൂരിൽ പോയി ഹുതാത്മാവായ വീരദുർഗന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചേ പറ്റൂ എന്ന് ഭാസ്കർ റാവു ശാഠ്യം പിടിച്ചു. ആ സാത്വിക ശാഠ്യത്തിന് മുമ്പിൽ ഡോക്ടർ LP പ്രഭു വണങ്ങി. പ്രത്യേകം ഒരുക്കിയ ആംബുലൻസിൽ അദ്ദേഹം പെരുമ്പാവൂരിലെത്തി. വേണ്ടത്ര നേരം ആംബുലൻസിലിരുന്ന് വിശ്രമിച്ചു. സമയമായപ്പോൾ ഇറങ്ങി വന്നു. ഭൗതിക ശരീരത്തിൽ മാല ചാർത്തി കവിൾ കഴുകി മൂക്കനായി നിവർന്നു നിന്നു. ആ മുഖത്തിൽ ഒന്നുകൂടി കണ്ണുകൾ തിരിച്ചു മുന്നോട്ട് നീങ്ങി. അന്തരീക്ഷം തീർത്തും നിശബ്ദം. 2 ദിവസം കഴിഞ്ഞ് നിലമ്പൂരിൽ നിന്ന് ഭരതേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കാര്യാലയത്തിൽ വന്നു. അത്ഭുതത്തോടെ നോക്കിയ പ്രഭു സാറിനോട് പറഞ്ഞു, ഭാസ്കർ റാവുവിനെ ആസ്വദിപ്പിക്കാൻ. നോക്കൂ, സ്വന്തം മകന്റെ ബലിദാനത്തിന്റെ വേദനയും പേറി വരുന്ന മനുഷ്യൻ പറയുന്നത് ഭാസ്കർ റാവുവിനെ ആശ്വസിപ്പിക്കാൻ. അതായിരുന്നു ഭാസ്കർ റാവുവും കേരളത്തിലെ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിന്റെയും മക്കളുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർന്നില്ല. ഭാസ്കർ റാവുവിന്റെ സമീപം കസേര വലിച്ചിട്ടിരുന്നു. മുഖവരയില്ലാതെ പറഞ്ഞു, പ്രചാരകനായി തീർന്ന ദുർഗൻ സംഘപുത്രനാണ്. പ്രാന്ത പ്രചാരകനാണ് അവന്റെ അച്ഛൻ. ഭാസ്കർ റാവു വല്ലാതെ വിഷമിക്കുന്നുണ്ടാകും. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുക എന്ന് എന്നോട് ഗുരുജി പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോകും. അപ്പൊ ഇങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധത്തിന്റെയും സമർപ്പണ ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംഘത്തെ കേരളത്തിൽ നട്ടുകൊണ്ടത്. ആ രീതിയിൽ തന്നെയാണ് അതിന് ശേഷം സംഘത്തിന്റെ ഉത്തരവാദിത്വം, കേരളത്തിലെ പ്രാന്തപ്രചാരക ഉത്തരവാദിത്വം കഴിഞ്ഞതിന് ശേഷം വനവാസി മേഖലയുടെ ഉത്തരവാദിത്വം എടുക്കുമ്പോഴും ഉണ്ടായതായിട്ട് അദ്ദേഹത്തിന്റെ ദിശാസൂചകമായിട്ടുള്ള പ്രവർത്തന രീതി ഇത് തന്നെയായിരുന്നു. ഇത്തരത്തില് ഹൃദയ നൈർമല്യം കൊണ്ട് അത് ആസാമിന്റെ ഭാഗത്തും അതുപോലെ മറ്റു പല സ്ഥലത്തും തപ്പു അദ്ദേഹത്തിന്റെ കൂടെ അവസാന കാലത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, പ്രചാരക്കാണ് അയാൾ. പക്ഷേ പ്രചാരകായിട്ട്, പക്ഷെ അതിനുശേഷം അദ്ദേഹം പ്രചാരക്കായി. അദ്ദേഹത്തിന്റെ പേര് തപ്പു എന്നാണ് വിളിക്കുക, ഒറീസക്കാർ. അപ്പൊ തപ്പു തമാശയിലെ കാര്യത്തിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തപ്പു പിന്നെ ഭാസ്കർ റാവുജിയോട് എവിടെയോ പോണ ഞാൻ എവിടെയും വരാം, നരകത്തിലും പോവാം, തപ്പുണ്ടായാൽ മതി. അപ്പൊ തപ്പുവിന്റെ അടിയാണ്. അവിടെ സ്വർഗമാവും ഭാസ്കർ റാവുജി ചെന്നായി. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഭാസ്കർ റാവുജി എന്നുള്ള ഒരു ചെറിയ ചിത്രം മാത്രം വരയ്ക്കാനും അല്ലെ ചിന്തിക്കാനും മാത്രമേ നമുക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നമുക്കിത് ഈ പ്രഭാഷണങ്ങളിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ നിൽക്കേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്വാമിജി ആ കാര്യത്തിലാണ് വളരെ വളരെ ഊന്നി പറഞ്ഞത് എന്നുള്ള വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നിർത്തും. നമസ്കാരം.